IPL മാച്ച് നമ്പർ 17 അവസാനിച്ചപ്പോൾ മറ്റൊരു തോൽവിയാണ് ചെന്നൈ ചെപ്പോക്കിൽ ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ടോസ് ലഭിച്ച ഡൽഹി ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ആദ്യ ഓവറിൽ തന്നെ ജേക്ക് ഫ്രാസറിനെ മടക്കി നല്ല തുടക്കമായിരുന്നു ചെന്നൈക്ക് കിട്ടിയത്. എന്നാൽ രണ്ടാം ഓവറിൽ അഭിഷേക് പോരൽ തകർത്തെടിച്ച് പവർ പ്ലേയിൽ 51 എന്ന നിലയിലേക്ക് ഡൽഹിയെ എത്തിച്ചു. രാഹുൽ ടീമിന്റെ ഇന്നിംഗ്സ് ഹോൾഡ് ചെയ്ത് പെർഫെക്റ്റായി ബാറ്റ് ചെയ്തപ്പോൾ മറ്റേ അറ്റത്ത് വന്നവരെല്ലാം അറ്റാക്ക് ചെയ്യുകയായിരുന്നു ശ്രമിച്ചത്. ആ പ്ലാൻ പെർഫെക്റ്റായി നടന്നപ്പോൾ ഒരു ഘട്ടത്തിൽ 200 പോലും ഡൽഹി നേടുമെന്ന് തോന്നിച്ചിരുന്നു. എന്നാൽ ബാക്കെൻഡിൽ CSK ബൗളേഴ്സ് നടത്തിയ കംബാക്കാണ് ടീമിന്റെ ടോട്ടൽ 153ലേക്ക് പിടിച്ചു കിട്ടിയത്. എങ്കിലും ഈ ട്രാക്കിൽ അത് വളരെ മികച്ച സ്കോർ തന്നെയായിരുന്നു. ചെന്നൈയെ നോക്കിയാൽ ബൗളേഴ്സിനെ ഗായക്വാഡ് ഇന്ന് ബെറ്ററായി തന്നെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ടീം സെലക്ഷനാണ് ഒരിക്കൽ കൂടി അവരെ പിന്നോട്ട് വലിക്കുന്നത്. ഖലീൽ അഹമ്മദ് എല്ലാ ഗെയിമിലും തുടക്കത്തിൽ തന്നെ വിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിലും താരത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ബൗളർ അവിടെ ഇല്ല എന്ന പോരായ്മ ഓപ്പോസിറ്റ് ടീമിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അണ്ടർ-19 ഏഷ്യാകപ്പിലും രഞ്ജിയിലുമൊക്കെ നന്നായി കളിച്ച ഇൻഫോം ബൗളർ അൻഷുൽ കംബോജ് CSKയുടെ ഇമ്പാക്ട് ലിസ്റ്റിൽ പോലും വരുന്നില്ല. പകരം തല്ലുകൊള്ളികളെ തന്നെ തിരിഞ്ഞുപിടിച്ചാണ് ചെന്നൈ കളിപ്പിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഓവർടേൺ ആണെങ്കിൽ ഇന്ന് മുകേഷ് ചൗധരി എന്ന വ്യത്യാസം മാത്രമാണ് വന്നത്. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 153 എന്ന ടോട്ടൽ കണ്ടപ്പോൾ തന്നെ ചെന്നൈ ബാറ്റിംഗ് വെച്ചുകൊണ്ട് കളി ജയിക്കില്ല എന്നത് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. കാരണം അവസാനമായി ചെന്നൈ 175 മുകളിൽ ചേസ് ചെയ്ത 10 മത്സരത്തിലും ടീം തോക്കുകയാണ് ചെയ്തത്. രണ്ടാം ഓവറിൽ രജനും മൂന്നാം ഓവറിൽ ഇൻഫോം ബാറ്റർ ഗായക്വാഡും 6ാം ഓവറിൽ കോൺവേയും പോയതോടെ 46-3 എന്ന നിലയിലേക്ക് ചെന്നൈ തകർന്നു. ഒപ്പം ഈ സീസണിലെ ഏറ്റവും മോശം പവർ പ്ലേ ബാറ്റിംഗ് ആവറേജ് എന്ന റെക്കോർഡ് കൂടി ചെന്നൈക്ക് ലഭിച്ചു. വിജയ് ശങ്കറിനെതിരെയുള്ള രണ്ടാം പന്തിൽ തന്നെ റിവ്യൂ എടുത്തിരുന്നുവെങ്കിൽ CSK ഇന്ന് 100 കടക്കുമോ എന്നതും സംശയമായിരുന്നു. മിഡിൽ ഓവേഴ്സിൽ ഒരു ചെറിയ പ്രഷർ പോലും ഓപ്പോസിറ്റ് ടീമിന് കൊടുക്കാൻ പറ്റാതെ തപ്പിത്തടഞ്ഞ് 20 ഓവർ കംപ്ലീറ്റ് ചെയ്യുകയാണ് CSK ചെയ്തത്. വിജയ് ശങ്കർ ഒരിന്റെ ഹോൾഡ് ചെയ്തുവെങ്കിലും റൺസ് കാര്യമായി ഉയർത്താൻ താരത്തിന് പറ്റുന്നില്ലായിരുന്നു. മിഡിൽ ഓവേഴ്സിൽ സ്പിന്നിനെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ദൂബെ കഴിഞ്ഞ 10 ഇന്നിംഗ്സിൽ 6 തവണയും സ്പിന്നിനെതിരെ ഔട്ടായപ്പോൾ വെറും 12 താരത്തിന് സ്പിന്നിനെതിരെയുള്ള ബാറ്റിംഗ് ആവറേജ്. ഫിനിഷർ എന്ന ടാഗിൽ കളിക്കുന്ന ധോണി പോലും അടിക്കാൻ പോലും നോക്കാതെ ആർക്കോ വേണ്ടി കളിക്കുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. ഡൽഹി ബൗളിംഗ് യൂണിറ്റ് അവരുടെ ബൗളിംഗിലുള്ള വെറൈറ്റി കൃത്യമായി തന്നെ എക്സിബിറ്റ് ചെയ്തപ്പോൾ 15 വർഷത്തിന് ശേഷമാണ് ചെപ്പോക്കിൽ ചെന്നൈക്കെതിരെ അവർ വിജയം നേടുന്നത്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഡൽഹി 153 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 158 നേടാൻ മാത്രമാണ് ചെന്നൈക്ക് പറ്റിയത്.